രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പട്ടാളക്കാരിൽ കണ്ടിരുന്ന കോമൺ ആയിട്ടുള്ള ഡിസീസാണ് ജീപ്പേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത്. കൂടുതലായിട്ട് ജീപ്പ് ഓടിക്കുന്നവരിലാണ് ഇത് കണ്ടുവന്നത്. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവരിലാണ് ഈ രസം കണ്ടുവന്നത്. നമുക്കറിയാം, നമ്മൾ മെയിനായിട്ട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ പാഷനായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷനായിട്ടുള്ള ഡ്രൈവിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ദീർഘദൂര യാത്രകൾ പ്രൊഫഷണലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ സമയത്ത് ഉണ്ടായേക്കാവുന്ന അസുഖങ്ങൾ, അത് പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഗണത്തിലാണ് വരുന്നത്. ജീപ്പേഴ്സ്, ഈ ഡിസീസ്, അതുപോലെ തന്നെ പൈൽസ്, ഫിസ്റ്റുല, ഇതുപോലുള്ള അസുഖങ്ങളെല്ലാം വരാനുള്ളൊരു പ്രോബിലിറ്റി എന്ന് പറയുന്നത് ദീർഘദൂര യാത്രകൾ ചെയ്യുന്നവരിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് പ്രിവെൻഷനായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഒരു സീറ്റിൻ്റെ ഒരു കംഫർട്ടിനെ നമ്മൾ മാറ്റുകയാണ്, കുറച്ചുകൂടെ എയർ സർക്കുലേഷനുള്ള സീറ്റ്സിലേക്ക് കൊണ്ടുവരികയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമുക്ക് കമ്പനികളും തരുന്ന പല സീറ്റുകളിലും അങ്ങനെ എയർ സർക്കുലേഷൻ ഇല്ല. ഇന്ന് ഏറ്റവും മോസ്റ്റ് മോഡേണായിട്ട് ഇറങ്ങുന്ന മിക്ക വാഹനങ്ങളിലും നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് കാണാറുണ്ട്. പക്ഷേ നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു അപ്രാപ്യമായിട്ടൊരു കാര്യമാണ് സീറ്റ്സ് അങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെഷേഴ്സാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അതിനകത്ത് ഒന്ന് രണ്ട് പ്രൊഡക്ട്സ് നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. കണ്ടോ, ഇതൊരു നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു വാട്ടർ ബേസ്ഡ് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സീറ്റാണ്. നല്ല വെയിറ്റ് ആയിട്ടുള്ള ഒരു സീറ്റാണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ലിക്വിഡാണ് വരുന്നത്. ലിക്വിഡ് എന്ന് പറയുമ്പോൾ ഒരു ജെൽ ടൈപ്പ് ലിക്വിഡാണ്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നമ്മുടെ സീറ്റ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇതിനെ പിടിക്കുമ്പോൾ തന്നെ ഒരു തണുപ്പുണ്ട്, ഈ ഒരു പ്രൊഡക്റ്റിന് ഒരു തണുപ്പുണ്ട്. പിന്നെ വാട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് നമുക്കറിയാം, രോഗികളാണെങ്കിൽ പോലും വാട്ടർ ബെഡിൽ കയറുന്നു കഴിഞ്ഞാൽ അവർക്ക് ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. അപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് ഭാഗം നമുക്ക് ചൂടാകാതിരിക്കുകയും അതുപോലെ തന്നെ ഒരു എയർ സർക്കുലേഷൻ്റെ ഒരു, കാരണം ഇതിനിടയ്ക്ക് ഗ്രൂവ്സ് ഉള്ളതുകൊണ്ട് എയർ സർക്കുലേഷൻ നടക്കുകയും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ചാൻസസും ഉണ്ട്. ഇനി നമുക്ക് കൺവെൻഷനലി നമ്മൾ കണ്ടുവരുന്ന ഒരു ഡിസൈൻ ഉണ്ട്. ഇത് നമുക്കറിയാം വുഡൻ ബീഡ്സ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത് ആക്ച്വലി വുഡൻ ബീഡ് അല്ല, മാർബിൾ ബീഡാണ്. അപ്പം ശരിക്കും ഒരു മാർബിൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു നമുക്കൊരു കല്ല് പോലെ ഫീൽ ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ പൊതുവേ ഇതിൻ്റെ തണുപ്പായിരിക്കും. പിന്നെ ഇതിനകത്തോടെ എല്ലാ എയർ സർക്കുലേഷന് വേണ്ടിയുള്ള ഹോൾസ് എല്ലാം ഉള്ളതുകൊണ്ട് നമുക്കിത് കംഫർട്ടബിൾ, നല്ല വെയിറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. അത്യാവശ്യം സീറ്റിലിട്ടാലും ഒരു പ്രീമിയം ഫിനിഷ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഉപയോഗിച്ചാൽ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു പുറകുവശം ചൂടാകാതൊക്കെ ഇരിക്കും. അതുപോലെ ഇങ്ങനെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് വരാതിരിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺലി കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം, നമ്മുടെ KSRTC ബസ്സുകളിലും ടൂർ ബസ്സുകളിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വുഡൻ ബീഡ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര പ്രയോജനമുള്ളൊരു പ്രൊഡക്റ്റാണ്. അതുമാത്രമല്ല, ഇതൊരു തടിയാണ് മൊത്തത്തിൽ വരുന്നത് പറഞ്ഞാൽ. അപ്പോൾ ഓവറായിട്ട് നമ്മുടെ ബോഡി ചൂടാവുകയൊക്കെ ചെയ്ത്, കാരണം ഇപ്പോഴത്തെ കാലത്ത് ലെതർ സീറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മുടെ പുറകുവശം വേർക്കാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ബീഡ്സ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ഇതുപോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇല്ലാതിരിക്കുകയും ചെയ്യും. വേറൊരു മോഡലും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതും ശരിക്കും പറഞ്ഞാൽ മാർബിൾ ബീഡ്സ് ആണ്. ശരിക്കും നല്ല ഒരു വലിപ്പമുള്ള ഒരു പ്രൊഡക്റ്റാണ്. കാർ ഇപ്പം ലെങ്തി ആയിട്ടുള്ള ഹൈറ്റുള്ള സീറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് മുകളിലും താഴോട്ടും നമുക്ക് വിരിച്ചിടാനായിട്ട് പറ്റും. അപ്പം നമുക്ക് പുറകുവശം മൊത്തം, നമുക്ക് ബാക്ക് വശം മാത്രമല്ല നമ്മുടെ ഒരു പുറകുവശം എല്ലാം കവർ ചെയ്യത്തക്ക രീതിയിൽ എയർ സർക്കുലേഷൻ കിട്ടാൻ പാകത്തിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയാണ്. കാരണം ഇതൊരു മാർബിൾ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ നമുക്ക് കുറച്ച് അല്ലാതെയുള്ള കുറച്ചുകൂടെ ഫാൻസി ടൈപ്പ് മെറ്റീരിയൽസും കൂടെ ഉണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ്. കാരണം ഓൾറെഡി നമ്മൾ ഇതുപോലുള്ള ബീഡ്സ് ഇട്ട് കഴിഞ്ഞാൽ ആ സീറ്റിൻ്റെ ഭംഗി പോകുന്നൊക്കെ വിചാരിക്കുമെങ്കിലും ഇതേപോലുള്ള ചില പ്രൊഡക്റ്റുകൾ വരുമ്പോൾ അതിനകത്ത് ഒരു സ്പോഞ്ചിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വെൽവെറ്റിൻ്റെ കവറിങ്ങോടുകൂടി വരുന്നൊരു പ്രൊഡക്റ്റാണ്. ഇതിനകത്തും നമുക്ക് മാർബിളിൻ്റെ ഓരോ ഭാഗങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പം ഓരോ കാറിൻ്റെ ഇൻറ്റീരിയർ കളറിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. ബീച്ച് കളറുള്ള കാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ തന്നെ ബ്ലാക്ക് കളറും നമുക്ക് അവൈലബിൾ ആണ്. ഇൻറ്റീരിയർ ബ്ലാക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സീറ്റ്സിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു ബ്ലാക്ക് വെൽവെറ്റ് കൂടിയ ഒരു ഭാഗമുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് എല്ലാം കാർ പാലസിൽ അവൈലബിൾ ആണ്. ഒരുപാട് ടൈപ്പ് ഉണ്ട്. നമ്മളിപ്പം കാണിക്കാൻ പറ്റുന്ന കുറച്ച് എണ്ണേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര എണ്ണം കാണിക്കുന്നത്. ഇത് കൂടാതെ ഒരുപാട് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. പല കളറിലും പല ടൈപ്പിലും പല മെറ്റീരിയലുള്ള പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് ഉള്ളപ്പോൾ പോലും നിങ്ങളിത് വാങ്ങിക്കാതിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു പ്രോബിലിറ്റി ഉണ്ട് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാനായിട്ട്. അപ്പം നിങ്ങൾ ഡ്രൈവിംഗ് പ്രൊഫഷനായിട്ട് സ്വീകരിച്ചിരിക്കുന്നവരും അതേപോലെ തന്നെ ലോങ് റൈഡുകൾ, വലിയ ദീർഘദൂര യാത്രകൾ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മളിപ്പം ലേ ലഡാക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തുച്ഛമായ വിലയുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് നിങ്ങളുടെ സീറ്റിൽ നിങ്ങൾ വിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 10-15 ദിവസം യാത്ര പോയിട്ട് വരുമ്പോഴും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കുന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കാർ പാലസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ കാറിൻ്റെ ഇൻറ്റീരിയറിന് അനുയോജ്യമായിട്ടുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഇതേപോലുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് നിങ്ങളുടെ കാറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആരോഗ്യകരമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും.